വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും പൊങ്കൽ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു. കുറേ പേര് പൊങ്കൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ പുറകെ നടന്നിരുന്നൊരു സംഭവമാണ്. നമ്മുടെ സ്വന്തം കൂർക്ക മെഴുക്കുവരട്ടിയാണ്. പക്ഷെ കൂർക്ക ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനാണ് ഒരുപാട് പേര് പുറകെ നടന്നിരുന്നത്. അതെനിക്കറിയാം. അപ്പം നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂർക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടിയായിട്ട് ഞാൻ ഒരുപാട് തരത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പണ്ട് പലതരത്തിൽ കൂർക്ക ക്ലീനിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ മാത്രം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയവരെന്നെ ഓടിപ്പിക്കുക. ബാക്കി എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ നമ്മുടെ സവാളയൊക്കെ കൊണ്ടുവരുന്ന ഒരു നെറ്റില്ല, അതിൽ കൂർക്ക ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി ഞാൻ നെറ്റ് അന്വേഷിച്ച് നടന്ന് ഒരു പരിവായി അവസാനം കിട്ടി ചെയ്തപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കൂടുതൽ എക്സ്പെരിമെൻറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂർക്ക ചെയ്യാൻ സമയം കിട്ടില്ല. രണ്ട് രീതി ഞാൻ കാണിക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എപ്പോഴും ചെയ്യുന്ന രീതി തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ രീതി ചിലവർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ചിലവർ ചെയ്ത് കാണൂല. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ നമ്മുടെ മലയാളികളുടെ സ്വന്തം കൂർക്ക മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ? പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാനുണ്ടല്ലോ, നീയും ഉണ്ടല്ലോ എൻ്റെ കൂട്ട്. അപ്പൊ നമുക്ക് കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകണം ആദ്യം തന്നെ. അപ്പൊ നമുക്ക് പല രീതിയിൽ കൂർക്ക ക്ലീൻ ചെയ്യാം അല്ലെ? അപ്പൊ നമ്മുടെ സാധാരണ രീതിയിൽ നാട്ടിലൊക്കെ എന്താ ചെയ്യാറ്, ചാക്കിലിട്ടതിന് ശേഷം നിലത്ത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം അതിന്റെ തൊലി കളയാൻ പറ്റും. ഇവിടെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചാക്ക് കാണാറില്ല നമുക്ക് അല്ലെ? സാധാരണ നാട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള ചാക്ക് കാണാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുപോലത്തെ നമുക്ക് അരി വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ചാക്കില്ലേ, ഞാനിവിടെ ഡബിൾ ഹോഴ്സിന്റെ മട്ടരി വാങ്ങിച്ചപ്പോ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ബാഗ്. അപ്പൊ ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെറിയത് ഇപ്പൊ ഒരു 5 കിലോന്റെ ബാഗാണിത്. ഇത് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കൂർക്ക ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ ഇതിലോട്ട് നമുക്ക് കൂർക്ക ഇട്ട് കൊടുത്തതിന് ശേഷം താഴെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് 2-3 പ്രാവശ്യം അടിച്ചെടുക്കാം. ഓവറായിട്ട് അങ്ങ് നിങ്ങൾ തല്ലാൻ പാടില്ല, ചിലപ്പോൾ അതെല്ലാം കൂടി അങ്ങ് ചതഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീരെ പതുക്കെയല്ല, അതേസമയം തീരെ ഉറക്കമില്ലാത്ത രീതിയിൽ അങ്ങ് തല്ലിയെടുക്കുക. നമ്മൾ തല്ലാന്ന് പറയാം, കൂർക്ക തല്ലാന്ന് നമ്മൾ പറയാം നാട്ടിലൊക്കെ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. പലരും എൻ്റെ അടുത്ത് കൂർക്ക ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഇപ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ നല്ല വലിയ കൂർക്ക കിട്ടി. ചെറിയ കൂർക്കയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് നന്നാക്കാൻ. അപ്പോൾ വലിയ കൂർക്ക കിട്ടുമ്പോൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പൊ ശരി, എന്തായാലും നിങ്ങൾക്ക് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇതുപോലെ നമ്മൾ കൂർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിലത്ത് വെച്ചിട്ട് ഞാനൊന്ന് അടിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ കൂർക്ക വെച്ചിട്ട് ഇങ്ങനെ താഴെ അടിക്കാം. കൈയോട് ഇവിടെ മുറുക്കി പിടിക്കണം, പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി മുറുക്കി പിടിക്കണം. എന്നിട്ട് താഴെ വെച്ചിട്ട് അടിച്ചു കൊടുക്കും. ഇത്ര ഫോഴ്സ് മതി, ഓവറായിട്ട് വേണം. നമ്മൾ തുണി അലക്കത്തില്ല പണ്ട് അലക്കുകല്ലിൽ വെച്ചിട്ട്, അതുപോലെ ഒരുപാട് ഫോഴ്സായി കഴിഞ്ഞാൽ നമുക്ക് ചതഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ചിലപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ, അത് സാധാരണ കവറില്ലേ, പച്ചക്കറിക്ക് വാങ്ങിക്കുന്ന കവറിൽ ഇട്ട് കഴിഞ്ഞാലും ഇതുപോലെ ആവാറില്ല. ഇതിന് കൊണ്ട് എന്താണെന്ന് വെച്ചിട്ട് നല്ല കട്ടിയുള്ള ഇതല്ലേ, അതുകൊണ്ടാണ് നമുക്ക് തൊലി കളയാൻ എളുപ്പമായി തോന്നുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുക. കുറച്ചൊക്കെ തൊലി പോയിട്ടുണ്ടോ, കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ പതുക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഈ ചാക്കിലത്തെ കംപ്ലീറ്റ് കുറുക്ക് ഞാൻ റിമൂവ് ചെയ്തൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാക്ക് നമ്മൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെക്കുക. അപ്പൊ നമുക്ക് അപ്പോഴും ആവശ്യത്തിന് ഇത് കൂർക്ക തല്ലാൻ വേണ്ടി ഒരു ചാക്ക് മാറ്റി വെച്ചാൽ മതി. ഇപ്പൊ ഇത് ചാക്ക് കേടാവുകയാണെങ്കിൽ അടുത്ത അരി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ബാഗ് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതിന് ചാക്കെന്നൊന്നും പറയാൻ പറ്റില്ല, പ്ലാസ്റ്റിക്കിന്റെ ബാഗ് അല്ലെ? അപ്പൊ ഇതേപോലത്തെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കൂർക്ക ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതുപോലത്തെ കവറിൽ നമുക്ക് പറ്റുമെന്ന്. ഇതുപോലത്തെ കവറിൽ ഒരു 3-4 കവർ, ഇത് ഒരൊറ്റ കവറിൽ നമ്മൾ കൂർക്കിട്ട് ക്ലീൻ ചെയ്ത് തല്ലിക്കഴിഞ്ഞാൽ ഇത് കവറങ്ങ് പൊട്ടിപ്പോകും. അതൊരു 3-4 കവറിൽ ഇട്ടതിന് ശേഷം ഒന്ന് തല്ലി നോക്കും. പക്ഷെ ഇത് എനിക്ക് മുഴുവൻ ശരിയാവാറില്ല. ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് അല്ലേ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓരമുണ്ട്, അതാണ് അതിന്റെ ഒരു ഗുണം. ഇതിലും നല്ല ഓരമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കൂർക്കയുടെ തൊലി പെട്ടെന്ന് പോണത്. ചാക്കിൽ അങ്ങനെ തന്നെയല്ലേ, നല്ല ഓരയല്ലേ ചാക്കിനൊക്കെ, അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പം ഇതുകൊണ്ട് എനിക്ക് പെർഫെക്ഷൻ വരാറില്ല. പെർഫെക്ഷൻ ഇപ്പോഴും ഇല്ല, ഒരു മുക്കാൽ ഭാഗം നമ്മുടെ തൊലി പോവുള്ളൂ. ഇതില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഒരു 3-4 പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിലിട്ടതിന് ശേഷം തല്ലി നോക്കൂ. പക്ഷെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു കൂർക്കയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം തൊലി പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം കത്തി കൊണ്ട് ബാക്കിയുള്ള തൊലി അങ്ങ് റിമൂവ് ചെയ്യാം. ജോലിയുടെ ഒരു മുക്കാൽ ഭാഗം
ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. കുറച്ച് നേരം മതി ഈ ബാക്കിയുള്ള കുറുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പൊ ഇതൊരു രീതി. ഈ രീതിയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടവും താനും. കാരണം ഇത് ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ കുറുക്ക് ക്ലീൻ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന കുറുക്കയുടെ ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇതുപോലും ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു മാർഗം കൂടെ കാണിച്ചു തരാം. അതിന്റെ പക്ഷേ ടേസ്റ്റ് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. നമ്മുടെ ഫ്രോസൺ കുറുക്കൊക്കെ കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്ത് തൊലി കളഞ്ഞെടുക്കുന്ന കുറുക്കയ്ക്ക്. എനിവേ, അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത മെത്തഡ് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മാത്രം കേട്ടോ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, കുറച്ച് എമൗണ്ട് മാത്രം കുറുക്ക് നന്നായി കഴുകി ഇതിൽ മാക്സിമം മണ്ണൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്യണം എന്തായാലും. എന്നിട്ട് നമുക്കിതൊരു ചെറിയ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീമർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയാലും മതി. പക്ഷെ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്തോളൂ. അതിലോട്ടൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ആവി വരില്ലേ, ജസ്റ്റ് ആവി വരുന്ന സമയത്ത്, വിസിലൊന്നും വരാൻ പാടില്ല, ജസ്റ്റ് ആവി വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ആവി വരുന്ന സമയത്ത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാനിത്. കുറച്ചുള്ള കൂർക്ക ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവിയിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സമയം കൊണ്ട് നമുക്ക് ഈ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കവറിലിട്ട് തള്ളിയിട്ടുള്ള കൂർക്ക നന്നായി കഴുകി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അതിൽ കുറച്ച് ഉപ്പിടുക, അതിനുശേഷം മാറ്റി വെക്കുക. നമ്മൾ കൂർക്ക ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കളറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കളർ നമ്മൾ കൂർക്ക കുറച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന്റെ കളർ ബ്ലാക്ക് ആയിട്ട് മാറും, ഒരു ഡിസ്കളറേഷൻ വരും. അതിനുശേഷം നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലൗസ് നിർബന്ധമൊന്നുമില്ല, ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കയ്യിൽ കറിയൊന്നും വരില്ല. നമ്മുടെ അമ്മമാരൊന്നും ഗ്ലൗസ് ഉപയോഗിച്ചിട്ടൊന്നും അല്ല കൂർക്ക ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ചിലവരുടെ കയ്യിൽ ഒരുപാട് ദിവസം ആ കറ നിൽക്കും. അതേസമയം ചിലവരുടെ കയ്യിൽ കറ ഉണ്ടാവേയില്ല. ഉണ്ടായാൽ തന്നെ ജസ്റ്റ് നന്നായിട്ടൊന്ന് കൈ ഉരച്ച് കഴി കഴിഞ്ഞാൽ കറ പോവാറുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് കയ്യിൽ നിറയെ വെളിച്ചെണ്ണ പറ്റിയിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുക. കുറുക്കൊക്കെ നന്നാക്കുക, പണ്ടൊക്കെ ടൈപ്പ് അല്ല. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അധികം കറയൊന്നും കണ്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിറയെ കറയുണ്ടാവും. അത് കുറേ ദിവസം നിൽക്കും. അത് ഓരോരുത്തരുടെ കൈയിൻ്റെ ആണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ കയ്യിൽ എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ടാണ് കുറുക്ക് നന്നാക്കാറ്. കുറുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുറുക്ക് എടുക്കുക. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. കാരണം 1/4 ഭാഗം ഇതിൻ്റെ തൊലി ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ തൊലി ഇതേപോലെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ വേറൊരു ഡ്രോബാക്ക് എന്താണെന്നറിയോ, ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വഴുക്കി പോകും പെട്ടെന്ന് തന്നെ. അപ്പൊ ഗ്ലൗസ് ഇല്ലാത്ത തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എനിക്കിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യേണ്ട കാരണം മാത്രമാണ് ഈ ഗ്ലൗസ് ഇടുന്നത്. അപ്പം നമുക്ക് ചിലർ വലുതായിട്ട് കൂർക്ക മുറിച്ചിടാറുണ്ട്, അതേസമയം ചിലർ മീഡിയം സൈസിൽ, ചിലർ വളരെ തീരെ ചെറുത്. അപ്പം നിങ്ങൾക്ക് എന്താണ് പ്രിഫർ ചെയ്യുന്നത് അതേ ഒരു അളവിൽ നിങ്ങൾ കൂർക്ക മുറിക്കുക. അപ്പം ഞാനൊക്കെ ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മുറിച്ചതിന് ശേഷം ഇത് വീണ്ടും മുറിക്കും. അപ്പം ഈ ഒരു അളവ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വലിയ കുറുക്കി ആയതുകൊണ്ട് ഒരു 4-5 കഷ്ണമായിട്ട് അങ്ങ് മുറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതുപോലെ എല്ലാ കുറുക്കയും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ കറുത്ത കളറായിട്ട് മാറും. പിന്നെ നന്നായി കഴിയാലും അതിന് കളറൊക്കെ മാറും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഗ്ലൗസ് ഉള്ള തെറിച്ച് പോവാണ്, അതാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ നമ്മൾ പറയും ഇളയ കൂർക്കയും മൂത്ത കൂർക്കുന്നത്, അതായത് നമ്മൾ പറയാം പാടത്തു നിന്നൊക്കെ കൂർക്ക പറിച്ച ഉടനെ തന്നെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി പോരാൻ എളുപ്പമായിരിക്കുന്ന സമയം കൂർക്ക മൂത്ത് കഴിഞ്ഞാൽ കുറേ ഭയങ്കര പാടായിരിക്കും എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ കൂർക്ക മൂത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ചാക്കിൽ അടിച്ചാൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ തൊലി കളയാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത് നല്ല ഇളയ കൂർക്കയാണ്. അത് നമുക്ക് തൊടുമ്പോഴേ അറിയാൻ പറ്റും. കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ തൊലി അത്യാവശ്യം പോരുന്നുണ്ട്. ഇതുകൊണ്ട് കൂർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് കുഞ്ഞിലെ കൂർക്ക വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഒരു 10ാം ക്ലാസ് ഒക്കെ ആയതിനു ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. അതിന്റെ കൂർക്ക വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ചെറുപ്പത്തിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇളയ മോനിപ്പോൾ കൂർക്ക കഴിക്കില്ല. പക്ഷെ എൻ്റെ മൂത്ത മോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷിലൊന്നാണ് കൂർക്കുപ്പേരി, കൂർക്ക മെഴുക്ക് പുരട്ടി. ഇതേപോലെ തന്നെ മൊത്തം കൂർക്ക മുറിച്ചിട്ടേട്ടാ. ചില കൂർക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബ്ലാക്ക് ഉള്ളിൽ ഒരു കളർ ചേഞ്ച് കാണാം. അങ്ങനത്തെ ഭാഗം എടുക്കണ്ട കേട്ടോ. അതൊരു കനപ്പ് രസം ഉണ്ടാവും, കല്ലിപ്പ് ഉണ്ടാവും. ഞാനിവിടെ നേരത്തെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് കുക്കറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ആവി കയറ്റിയില്ലേ, അപ്പോൾ ജസ്റ്റ് സ്റ്റീം ചെയ്തപ്പോൾ ഞാൻ ഓഫ് ചെയ്തെടുത്തു. ഇത് നമുക്ക് തൊലി കളയണ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൊലി നല്ല സുഖമായിട്ട് ഒലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിപ്പോ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട് ഈ കൂർക്ക. അപ്പോൾ ഇനി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് തൊലി ഒലിച്ചെടുക്കാൻ പറ്റും. ഒട്ടും പറ്റാത്തവര് ഈ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോകണം അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് തൊലി ഒലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ,
വെറുതെ നമ്മൾ പൊട്ടറ്റോ ഉലിച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് സുഖമായിട്ട് ഉലിച്ചെടുക്കാൻ പറ്റും. ബാക്കി ഇതിലിപ്പോ ഒരു കാൽഭാഗം വെന്തിട്ടുണ്ടല്ലോ, ഒരു മുക്കാൽ ഭാഗം കൂടി ഇനി വേവാനുണ്ട്. ഓവറായിട്ട് ഒരു വിസിലൊന്നും വരാൻ പാടില്ലത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് ബാഗിൽ അടിച്ച കൂർക്കയാണത്. ഞാൻ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി എടുത്തു വെച്ചിട്ടുള്ള കൂർക്കയാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മാത്രം ജസ്റ്റ് കുക്കറിൽ ഇത് ജസ്റ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചില്ലേ, അത് തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയാണത്. ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് സാധാരണ രീതിയിൽ കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം, അതുപോലെ തന്നെ പാത്രത്തിലെടുത്ത് വേവിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും കൂർക്ക ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ ചെയ്യാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം നമ്മൾ കണ്ണൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആകെ അങ്ങ് വെന്തൊടയും കൂർക്ക. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂർക്ക, ചേന മുതലായ കാര്യങ്ങളൊക്കെ എപ്പോഴും തനിയെ പാത്രത്തിലാണ് വേവിക്കാറ്. അതേസമയം നിങ്ങൾക്ക് ഇതേപോലെ തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ ജസ്റ്റ് വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യണം കേട്ടോ. പക്ഷെ ഞാൻ റിസ്ക് എടുക്കാറില്ല, ഞാൻ എപ്പോഴും പുറത്ത് തന്നെ സാധാരണ പാത്രത്തിൽ തന്നെ ചെയ്യാറ്. അതുപോലെ തന്നെ ഇത് ഓൾറെഡി നമ്മൾ ഒരു കാൽഭാഗം വെന്തിട്ടുള്ള കൂർക്കയാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉള്ളിമുളകും കുത്തിക്കാച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് നേരം ഇട്ട് കൊടുത്ത് മൂടി വെക്കും. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മളുടെ കഴുകി വെച്ചിരിക്കുന്ന കൂർക്ക ഇടാം. നന്നായി കഴുകാൻ പ്രത്യേകിച്ച് സൂക്ഷിക്കണം, കാരണം ഒരുപാട് മണ്ണുണ്ടാവും കൂർക്കയുടെ ഉള്ളില്. അപ്പോൾ അത് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെന്ന് കുക്കറിൽ വേവിക്കാം. അപ്പൊ സൂക്ഷിക്കണം എന്ന് മാത്രം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കാം നമുക്ക്. ഇതിന്റെ ഗുണതാന്ന് വെച്ചാൽ നമുക്ക് അറിയാം, തുറന്നു നോക്കി കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് കറക്റ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് അതങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മതിയാവും. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പ് എപ്പോഴും സൂക്ഷിച്ചിടുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇടും, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കൂർക്കയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ഇത് അടച്ച് വെച്ചിട്ട് കൂർക്ക വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു അര ഭാഗം വെന്തിട്ടുണ്ട്. കൂർക്കയൊക്കെ പെട്ടെന്ന് വേവും കേട്ടോ. കുക്കിംഗ് ടൈം വളരെ കുറച്ചുള്ള കൂർക്കയ്ക്ക്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതാ നമ്മുടെ കൂർക്ക അത്യാവശ്യം വെന്തിട്ടുണ്ട്, വെന്ത് ഉടഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഉള്ളി മുളകിലിട്ട് വഴറ്റുമ്പോൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പരുവായിക്കോളും. ആദ്യമേ തന്നെ ഓവറായിട്ട് ഇത് വെന്ത് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലിടുമ്പോഴേക്കും ആകെ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവായിരിക്കുന്ന സമയത്ത്, അതായത് നമുക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ട് പക്ഷെ ഉടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ചതച്ചമുളക് എന്ന് പറയുന്ന സംഭവം. അപ്പൊ പല കുട്ടികൾക്കും അറിയില്ല എന്താ ചേച്ചി ചതച്ചമുളക് എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ വറ്റൽമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പാക്കറ്റാണ് വാങ്ങിക്കാറ്. ഇന്ന കമ്പനിന്നൊന്നുമില്ല. കവർ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളറുള്ള മുളകാണ് എപ്പോഴും വാങ്ങിക്കാറ്. അപ്പോൾ ഈ മുളക് ഇതേപടി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പാടില്ല എന്നല്ല, ഞാൻ ചെയ്യാറില്ല. കാരണം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വലുതായിട്ടാണ് ഇതിന്റെ മുളകിൽ തരികളൊക്കെ കിടക്കുന്നത്. മാത്രമല്ല കുരു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ പകുതി, അതായത് ഒരു പാക്കറ്റിന് 2 പ്രാവശ്യം പകുതി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ ഓവറായിട്ടുള്ള വലിയ കഷ്ണങ്ങൾ, വലിയ മുളക് ഒന്ന് ചതഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ലൊരു പരുവായി കിട്ടും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കറിയിലേക്കൊക്കെ നന്നായി അങ്ങ് പരണ്ടിരിക്കും. മൊത്തത്തിൽ അങ്ങ് യോജിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ജാന്റെ അമ്മയാണ് അങ്ങനെ പറഞ്ഞു തന്നത്. നമ്മൾ പാക്കറ്റ് കവർ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു വെക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിച്ചെടുക്കുന്ന പറഞ്ഞാൽ ഇതുപോലത്തെ രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ തരിതരിയായിട്ടുള്ള മുളക് ചതച്ചതാണിത്. ആ പാക്കറ്റിലുള്ള മുളക് പോലത്തെ മുളക് കേട്ടോ. ഇനി നമുക്ക് കൂർക്ക മെഴുക്കുവരട്ടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട്, നാടൻ വിഭവം ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം. അതാണ് അതിന്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വേറെ ഓയിൽ ഉപയോഗിക്കാം. പക്ഷെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂർക്കയുടെ ടേസ്റ്റ് റിയൽ ആയിട്ട് നമുക്ക് വരിക. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെക്കുക. ഞാനിനി ഇതിലോട്ട് 15 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ എനിക്ക് ചെറിയുള്ളി അവൈലബിൾ ആയി തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ട് ചെറിയുള്ളി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുതാക്കി വളരെ നൈസാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുക. അതിൽ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കൂർക്കയിലത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈ ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചില സൈഡില് നമ്മുടെ ചെറിയുള്ളിയുടെ കൂട്ടത്തിൽ കൂടെ 2 വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളിയും കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നോട് പലരും പറയാറുണ്ട്, ചേച്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്താണെന്നറിയാം മക്കളെ, നമുക്ക് ചില രുചികൾ ചെറുപ്പത്തിലേ തൊട്ട് ശീലിച്ചുള്ള രുചികൾ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ്
എനിക്ക് മാറ്റാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. മാത്രമല്ല എനിക്ക് ഇതിലൊന്നും വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ മാറ്റിക്കോളൂ. ഈ കൂർക്കുപ്പേരി എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നാടും വീടൊക്കെ ഓർമ്മ വരുന്നത് നാട്ടിൽ ഒരുപാട് പണ്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കൂർക്ക കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടേട്ടൻ ഇതേപോലെ കൂർക്ക ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് വരുന്നതും ചാക്കിലിട്ട് അടിക്കുന്നതൊക്കെ എനിക്കിപ്പോൾ ഇങ്ങനെ എൻ്റെ കണ്ണിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. അതൊക്കെ ഒരു നല്ല കാലം. ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലും നടക്കില്ല. ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ നെന്മാറ വഴിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പാലക്കാട് വഴി പോയിരുന്ന സമയത്ത് നിറയെ കൂർക്ക കൃഷി കണ്ടു. നമ്മുടെ സൈഡിലൊന്നും ഇപ്പോൾ അറിയില്ല, ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, ഞാൻ കാണാറില്ല. മലയാളിയുടെ നൊസ്റ്റാൾജിയുടെ ഒരു ഭാഗം തന്നെയാണ് കൂർക്ക അല്ലേ. കൂർക്ക ഇഷ്ടമില്ലാത്ത വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും കൂർക്ക ഇഷ്ടമാണ്. ഞാനിപ്പോൾ 3/4 കിലോ വാങ്ങിച്ചിട്ട് ഒരു 1/4 കിലോളം കേടായി പോയി. നമ്മൾ കൂർക്ക മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 1/4 കിലോളം അത് വേസ്റ്റ് ആയി പോയി. 3/4 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ തൊലിയൊക്കെ കളഞ്ഞു വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പോൾ ഇതൊരു 4 പേർക്ക് ശരിക്കും പറഞ്ഞാൽ കഷ്ടിയാണത്. അവി തന്നെ നല്ലോണം കഴിക്കും കൂർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ വളരെ റെയറായിട്ട് ഞാനിവിടെ കൂർക്ക ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഒരു ആക്രാന്താണ്. പിന്നെ നാട്ടിലെ അച്ഛന്മാരുടെ അടുത്ത് പോകണം. ഇനി അത് നല്ലോണം സുഭിക്ഷമായിട്ട് കൂർക്ക കിട്ടാൻ. ഇത് ഏകദേശം ചെറിയൊരു ഇതിൻ്റെ പച്ചച്ചവൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാൻ കൂടുതൽ ചേർക്കും, കാരണം എനിക്ക് കൂർക്കയിൽ നിറയെ മുളക് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് മുളക് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് തീരുമാനിക്കാം. മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന മുളകിന് എരിവിന് വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കി വേണം ഇത് നിങ്ങൾ ഇടാൻ. അപ്പം ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് നോക്കട്ടെ. അതിന് മാത്രമല്ല കൂർക്കയിലോട്ട് മുളക് പിടിക്കാൻ കുറച്ച് സമയം പിടിക്കും. ഞാൻ 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കാം. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, അത് മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ ആദ്യം നിങ്ങൾ എക്സാമ്പിളിന് വേണ്ടി കണ്ട് കുറച്ച് കൂർക്ക മാത്രം ഞാൻ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ പറഞ്ഞല്ലോ ഇത് 1/4 ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ. ഞാനത് അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് വേവിച്ചിട്ടില്ല. ഈ മുളകിന്റെ പച്ചമണം മാറുന്ന സമയത്ത് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ടിട്ടൊന്ന് പകുതി വേവിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് മറ്റേ കൂർക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ആ കൂർക്ക വേവിച്ചത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റീം വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടു. പിന്നെ അതിന്റെ ആവി പോയതിന് ശേഷം മാത്രമാണ് തുറന്നത് കേട്ടോ. അതേസമയം ഒരു വിസിലൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ തുറക്കണം, അതല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഒരു പ്രാവശ്യം കുറച്ചൊരു 5-6 കൂർക്ക നിങ്ങളിട്ട് ട്രൈ ചെയ്ത് നോക്കൂ എപ്പോഴും. അല്ലാണ്ട് ഒരുമിച്ച് തന്നെ ചെയ്യരുത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അളിഞ്ഞു പോകും. അപ്പോൾ ഇതിന്റെ പച്ചമുളക് മാറി നല്ല മൂത്ത സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഈ 1/4 ഭാഗം വെന്തിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മറ്റേ കൂർക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു കുറച്ചും കൂടെ വെന്തതിന് ശേഷം മാത്രം മുഴുവനും വെന്തിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്റ്റെപ്പിന്റെ ആവശ്യം വരില്ല, കാരണം നിങ്ങൾ ഏതെങ്കിലും ഒന്നല്ലേ ചെയ്യുള്ളൂ. അടച്ചു വെച്ചിട്ട് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. ഇവിടുത്തെ കൂർക്ക് വേവുന്ന സമയം കൊണ്ട് അതിലത്തെ വെള്ളം ഞാൻ വറ്റിച്ചെടുക്കണം കേട്ടോ. ഓൺ ചെയ്തിട്ടുണ്ട്, വെള്ളം നന്നായി വറ്റിക്കോട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വേവാൻ വേണ്ടിയിട്ട്. ഇച്ചിരി വെള്ളം കുറവ് പോലെ തോന്നിയ കാരണം. അപ്പോൾ ഈ കൂർക്ക ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ മറ്റേ കൂർക്ക എടുത്തിടാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലാണ് തീ കിടക്കുന്നതെന്ന് ഓർക്കുക. മിക്സ് ചെയ്ത് എന്നിട്ട് ഇതിലത്തെ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല പരണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇതിലത്തെ വെള്ളം വറ്റിച്ച് കളയാം. അപ്പോൾ വേവ് നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേവ് കുറവ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചോളൂ. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. ഒരുപാട് അങ്ങ് വെന്തുടയുന്ന ഇഷ്ടമല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് അതേസമയം നന്നായിട്ട് വെന്തുടയാൻ വേണം. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ കൈലിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തില്ലേ, ഇനി ഒരു ഭാഗത്ത് കുറച്ച് കൂർക്ക മാത്രം ഒന്ന് ഉടയ്ക്കുക. എല്ലാം ഉടയ്ക്കാൻ പാടില്ല, കുറച്ച് മാത്രം ഒന്ന് കൈലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കടലയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് എല്ലാ ഭാഗത്തേക്കും അങ്ങ് പരണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത്. അതേസമയം മൊത്തത്തിൽ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ആകെ അങ്ങനെ ഇതായി പോകും. അപ്പോൾ കൂർക്ക ഇങ്ങനെ കാണണം നമുക്ക്, കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റാണത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂർക്കയുടെ കുക്കിംഗ് ടൈം തീരുമാനിക്കാൻ പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ. എല്ലാം വരണ്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് കുറവാൻ തോന്നുകയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത്രേ ഉള്ളൂ നമ്മുടെ കൂർക്കുട്ടൻ്റെ പരിപാടി. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ചൂടാണ്. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. കറക്റ്റ് ഉപ്പാണ്, കറക്റ്റ് എരിവാണ്. 2.5 ടീസ്പൂൺ വേണം. എനിക്കിപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 1/2 കിലോൻ്റെ അടുത്ത് വരും ഈ കൂർക്കയുടെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ 2.5 ടീസ്പൂൺ എനിക്ക് എരിവ് കറക്റ്റാണ്. ഓവറായിട്ടില്ല, അതേ സമയം കുറഞ്ഞിട്ടില്ല. എല്ലാ ഭാഗത്തേക്കും നന്നായി ഇങ്ങനെ പരണ്ടിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ഇച്ചിരിയും കൂടെ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുളകും നമ്മുടെ സ്വന്തം കൂർക്കയും, അതാണ് അതിൻ്റെ രുചി. എന്നിട്ട് കുറച്ചും കൂടി കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക.
നമുക്കിത് അടച്ചു വെക്കും ഒരു 5 മിനിറ്റോളം. ഓഫ് ചെയ്യാൻ പോകണേ. ഓഫ് ചെയ്തത് കറക്റ്റ് പാകമാണ്. 5 മിനിറ്റോളം അടച്ചിരിക്കട്ടെ. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് അങ്ങ് അതിൻ്റെ സ്മെല്ലൊക്കെ ഇതിലേക്ക് വ്യാപിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്വന്തം കൂർക്ക മെഴുക്ക് പുരട്ടി. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കൂർക്ക ക്ലീൻ ചെയ്ത രീതി കണ്ടല്ലോ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് രീതിയാണെങ്കിലും ഫോളോ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കൈ കൊണ്ട് തന്നെ ചെയ്യാം. കയ്യിൽ ഗ്ലൗസ് ഇടുന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കയ്യിൽ നിറയെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ചതച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി, സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ആ ചെറിയുള്ളി നന്നായി വഴണ്ടതിന് ശേഷം മാത്രം മുളക് പൊടി ആഡ് ചെയ്യാൻ പാടുള്ളൂ. മുളക് പൊടി പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുന്ന സംഭവമാണ്. ആഹാ, എന്താ അവിടെ സ്മെല്ലെന്നറിയോ? ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും കൂർക്കയ്ക്ക് തന്നെ ഒരു പ്രത്യേക ഒരു വാസനയാണ്. എന്താ പറയാ, വാസന എന്നാ മണം എന്താ പറയാ അറിയില്ല. ഒരു ഭയങ്കര ഒരു ഇങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന പോലുള്ളൊരു സ്മെല്ലാണ് കൂർക്കയ്ക്ക്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ കടലയുടെ പോലെ തന്നെയാണ്. ചോറും പാത്രം, കുട്ടികൾ ചോറും പാത്രം തുറക്കുമ്പോൾ ആ ഒരു മണവും ആഹാ രക്ഷയില്ല കേട്ടോ. എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ മടി വിചാരിക്കരുത്. വലിയ കൂർക്കൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ കൂർക്ക ക്ലീൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വല്ല TV കാണുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കർ ഫോൺ ഓൺ ചെയ്തിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുക, എന്തുവേണമെങ്കിലും ചെയ്യാം. കുറച്ച് സമയം പിടിക്കും ഇതൊന്ന് ക്ലീൻ ചെയ്ത് വരാൻ. പക്ഷേ അത് ചെയ്യുന്നതുകൊണ്ട്, ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക്, ഇപ്പോൾ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, ഇതിൻ്റെ മടി വിചാരിച്ചിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയിക്കണം. കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ കൂർക്കയുടെ ടേസ്റ്റ് കേട്ടോ. ഇതുപോലെ ഇരിക്കണം. അതായത് എല്ലാത്തിൻ്റെ ഓരോ പീസിനും മുകളിലും മുളകും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ചില ഏരിയയിൽ ഇതിലേക്ക് കടുക് വറക്കാറുണ്ട്. നമ്മൾ തൃശ്ശൂർക്കാർ കടുക് വറക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട കൂർക്ക മെഴുക്ക് പുരട്ടി. ഇന്നത്തെ കാര്യം ഇപ്പം എന്തായാലും കുശാലായി. നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി, പിന്നെ കാബേജ് പിക്കിളും, പിന്നെ ഞാൻ നന്ദുവിന് വേണ്ടിയിട്ട് പരിപ്പും തക്കാളിയും കുത്തിക്കച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒരു ആവശ്യമില്ല എന്ന് തന്നെ സത്യം വേണമെങ്കിൽ പറയാം. വേറെ ഒന്നും വേണ്ട. പക്ഷെ നമ്മുടെ കാബേജ് പിക്കിളും ഉള്ള കാരണം ഞാൻ അതും കൂടി എടുക്കും. നിങ്ങൾ കാബേജ് പിക്കിൾ ട്രൈ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ട്രൈ ചെയ്തവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാബേജ് പിക്കിളിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. നമ്മുടെ സ്വന്തം കൂർക്ക മെഴുക്ക് പുരട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാം. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കണ്ണു വയ്ക്കാത്ത കണ്ണ് വയ്ക്ക്. കുറച്ചുകൂടെ മുകളിൽ. Spin, 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 spin. ഓക്കെ, ഇതും കൂടെ പാല്